അപ്പോൾ ആർസണലിന്റെ ഈ ഒരു EPL സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് സൺഡേ നടക്കാൻ പോകുന്നത്. ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസണലും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ഈ ഒരു സീസണിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ ഈ മത്സരം ആർസണലിൽ ജയിച്ചേ പറ്റൂ. 2 പോയിന്റ് ഡിഫറൻസ് സിറ്റിക്കുണ്ട്. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആർസണലിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ നിൽക്കുന്നത്. പക്ഷേ ഓൾഡ് ട്രാഫോർഡ് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സ്ഥലമല്ല. കാരണം 2020 ശേഷം ഹോമിൽ ഒരു മത്സരം മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പലപ്പോഴും തോറ്റു മടങ്ങുന്ന ആർസണൽ ടീമിനെയാണ് ഓൾഡ് ട്രാഫോർഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞൊരു 5 മത്സരം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മത്സരങ്ങളും ജയിച്ചുകൊണ്ട് ആർസണൽ മികച്ച ഫോമിലാണ്. എന്നാൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരവും 3 സമനിലയുമാണ് അവരുടെ സമ്പാദ്യം. അപ്പൊ ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആർസണലിന്റെ ഒട്ടുമിക്ക പ്ലേയേഴ്സും ഫിറ്റ് ആണ്, നല്ല ഫോമിലാണ്. ഫ്രണ്ട് ത്രീയില് യാതൊരുവിധ വീക്ക്നെസ്സും നമ്മൾ കാണുന്നില്ല. കായ് ഹാവേർട്സ് ഫയർ ചെയ്യുന്നുണ്ട്. ട്രൊസാർഡ് ആയാലും സാക്കയായാലും മികച്ച ഫോമിലൂടെ മുമ്പോട്ട് പോവുകയാണ്. മിഡ്ഫീൽഡിൽ എനിക്ക് തോന്നുന്നു ഡെക്ലൻ റൈസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ആർസണൽ ടീമിനെ എങ്ങനെയായിരിക്കും യുണൈറ്റഡ് പിടിച്ചു നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് മിഡ്ഫീൽഡൊക്കെ നമ്മൾ കണ്ടത്. ഇഞ്ചുറി കാരണം കസമീറോ ഡിഫൻസിലേക്ക് വന്നു. ഡിഫൻസിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ബോള് മുമ്പോട്ട് കൊണ്ടുപോയി ഗോളടിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ പാലസിനെ നമ്മൾ കണ്ടു. ഡിഫൻസിൽ വീക്ക്നെസ് ഉണ്ടായിരുന്നു. യാതൊരുവിധ കോർഡിനേഷൻ ഇല്ലാതെ കളിക്കുന്ന പല പ്ലേയേഴ്സിനെയും കണ്ടു. അപ്പോൾ ടെനാഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡിസാസ്റ്റർ തന്നെയായിരിക്കും യുണൈറ്റഡിനെ കാത്തിരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ മത്സരം ജയിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ ഫിനിഷ് ചെയ്യാനായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാനപ്പെട്ട ഒരു ശ്രമം. ഇപ്പൊ യൂറോപ്പ് ലീഗ് എന്ന സ്വപ്നം ഏതാണ്ട് പോയി കഴിഞ്ഞു. കാരണം ഇനി എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ പോലും ന്യൂകാസിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ യൂറോപ്പ് ലീഗിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ചെറിയൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതും കണക്കിലെ കളികൾ എന്നൊക്കെ പറഞ്ഞതുപോലെ മറ്റ് 2 ടീമുകളും തുടർച്ചയായിട്ട് എല്ലാ മത്സരവും തോക്കുകയും ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരവും ജയിച്ചാൽ മാത്രമേ യുണൈറ്റഡിന് ആ ഒരു സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ച് ഇനി വരാൻ പോകുന്ന ഫുള്ളാം സ്പേഴ്സ് മത്സരത്തിൽ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാമെങ്കിൽ ഗോൾ ഡിഫറൻസിന്റെ ബലത്തിൽ അവർക്ക് ഈ വർഷത്തെ EPL സ്വന്തമാക്കാൻ പറ്റും. 6 ഗോളിന്റെ ഡിഫറൻസ് ഇപ്പോഴും ആർസണലിന്റെ ഫേവർ തന്നെയാണ്. പക്ഷേ എല്ലാ മത്സരങ്ങളും ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി ഉറപ്പായിട്ടും കപ്പടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പൊ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെഗുലർ ഗെയിമാണ്. കാരണം ഇതുപോലുള്ള പല സിറ്റുവേഷൻസും കഴിഞ്ഞ കുറെ സീസണായിട്ട് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടാതെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്ന സിറ്റിയാണ് നമ്മൾ കാണുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാക്സിമം ഫോമിലേക്ക് ഹാലൻഡും ഡിബ്രോയിനും ഒക്കെ കടന്നു വരുന്നത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് തന്നെയാണ്. എന്തായാലും ഒരു മികച്ച മത്സരമാണ് നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.